ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നേടാൻ ആഗ്രഹിക്കുന്നവർ ഗീത എന്ത് വഴിയാണ് അതിനെ കാണിച്ചു തരുന്നതെന്ന് ശരിക്കും വ്യക്തമായി മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഗീത വായിച്ച് ബൈഹാർട്ട് പഠിച്ചാൽ ജീവിതം വിജയിക്കുമെന്ന്. ഇതൊരു മന്ത്രം ചൊല്ലിക്കൊണ്ടുള്ള വിജയമല്ല, ഇത് മനസ്സിനെ പരിവർത്തനം വരുത്തിക്കൊണ്ടുള്ള വിജയമാണ്. അപ്പം അതിൽ അടിസ്ഥാനമായി നാം മനസ്സിലാക്കേണ്ടത്, ബേസിക്കായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തെ വേണമെന്ന് വെച്ചാൽ പരിവർത്തനം വരുത്താൻ സാധിക്കും. ആ ഒരു ഫ്രീ വിൽ, ആ ഒരു കഴിവ്, സ്വാതന്ത്ര്യം എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പലരും തങ്ങൾക്ക് കഴിവില്ല, അതിനുള്ള സാധ്യതയില്ല എന്ന ആ ഒരു ചിന്തയിലേക്ക് വാതിൽ കൊട്ടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ പരിവർത്തനം വരുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം വെളിച്ചത്തിലേക്ക് വരാതെ അന്ധകാരത്തിലേക്ക് തന്നെ അവർ പോവുകയാണെങ്കിൽ ആർക്കവരെ സഹായിക്കാൻ പറ്റും? ഈ ഞാഞ്ഞൂളുകളെപ്പോലെയാണ്. അല്ലെങ്കിൽ ചില രാത്രിയിൽ മാത്രം സഞ്ചരിക്കുന്ന വവ്വാലുകളൊക്കെ രാത്രിയാണ്, അതിന് വെളിച്ചം കണ്ടാൽ വളരെ അലർജിയാണ്. മൂങ്ങ, ഇത്തരം ജീവികൾക്കൊക്കെ പകല് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇതുപോലെയാണ് പല ആളുകളും. അവരുടെ കഴിവിൻ്റെ നേരെ, അവരുടെ ശക്തിയുടെ നേരെ അവർ വാതിൽ കൊട്ടി അടച്ചു കഴിഞ്ഞു. കാരണം അവരിൽ ചെറുപ്പത്തിൽ തന്നെ ചില കോംപ്ലക്സുകൾ അവരെ പിടികൂടിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് സാധ്യമല്ല, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ പോട്ടെ, ഞാനിനി എന്ത് മാറ്റം വരുത്താനാണ്, എനിക്കിങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു കോംപ്രമൈസ് അവർ ചെയ്യാൻ തുടങ്ങിയതുകൂടി അവരുടെ കഴിവുകൾ ഉള്ളതെല്ലാം ദുർബലമായതുപോലെ തോന്നും. പക്ഷെ ഒരു കാര്യം എനിക്ക് വളരെ അടിസ്ഥാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ദുർബലരാക്കിയാലും ഈ നിമിഷം നിങ്ങൾക്ക് നിങ്ങളെ മാറ്റം വരുത്തണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളതിന് തയ്യാറാണെങ്കിൽ ഇപ്പോഴും പരിവർത്തനം വരുത്താൻ സാധിക്കും. അതായത് എത്ര നിങ്ങളുടെ നേരെ, കഴിവുകളുടെ നേരെ നിങ്ങൾ വാതിൽ എത്ര നിങ്ങൾ അടച്ചു പൂട്ടിയാലും അത് വീണ്ടും തുറക്കാൻ സാധിക്കും. കാലം നിങ്ങളെ തുറക്കാൻ പ്രേരിപ്പിക്കും. അപ്പം അതുകൊണ്ട് നന്നാവണം എന്നൊരാഗ്രഹം നാം ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിന് പ്രയത്നം വേണം. നിങ്ങൾ നോക്കൂ, കോവിഡ് കാലം, നമ്മൾ കോവിഡ് എന്ന് പറയുന്നൊരു വൈറസ് കാരണം ആരെങ്കിലും വിചാരിച്ചു ലോക്ക്ഡൗൺ വരുമെന്ന്, വീട്ടിലിരിക്കേണ്ടി വരുമെന്ന്? അപ്പോൾ സാധാരണ നമ്മളോടൊക്കെ പറയുകയാണ്, നിങ്ങൾ വീട്ടിലിരിക്കുക, റെസ്റ്റ് എടുക്കുന്നു. എന്ത് റെസ്റ്റ്, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ മാത്രമേ ജീവിതമുള്ളൂ. എന്തേ കഷ്ടപ്പാട്, അധ്വാനമൊന്നും ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് പറ്റുന്നില്ലല്ലോ. പുറത്തു പോകാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും പറ്റുന്നുണ്ടോ? അപ്പം കാലം വിചാരിച്ചാൽ നിങ്ങൾ അടച്ച വാതിലുകൾ തുറക്കാൻ സാധിക്കും. നമ്മളെ വീട്ടിലിരുത്താൻ കാലത്തിന് സാധിക്കും. പൂന്താനം പാടിയതുപോലെ, കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റുന്നതും മുകളിലേറിയവനെ മാറാപ്പ് ചുമക്കുന്നതൊക്കെ കാലം വിചാരിച്ചാൽ ഒരു നിയതിയുടെ നിയോഗം കൊണ്ട് അത് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളെ തരം താഴ്ത്തരുത്, നമ്മുടെ വാതിലുകൾ അടയ്ക്കരുത്. എന്നും നമ്മളൊരു ഓപ്പൺ മൈൻഡായിട്ട് ജീവിക്കാൻ തയ്യാറാവണം. എനിക്കെന്നെ പരിവർത്തനം വരുത്താൻ സാധിക്കും. അപ്പോൾ എങ്ങനെ പരിവർത്തനം വരുത്തണം, അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളാണ് ഗീതയിൽ വളരെ സമഗ്രമായിട്ട്, വിശദമായിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. 3-ാം അധ്യായത്തിൽ 14-15 ശ്ലോകങ്ങളിലൂടെ നമ്മൾ കണ്ടു, ഈ പ്രപഞ്ചം മുഴുവൻ വികസിച്ച് വന്നത് എല്ലാം ഒരു ചലനത്തിലൂടെ, ചലനം പിന്നീടൊരു സഹവർത്തിത്വത്തിലേക്ക്, പരസ്പര ആകർഷണത്തിലേക്ക്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കലിലേക്ക് വന്നപ്പോൾ ഈ പ്രപഞ്ചം അങ്ങനെ വികസിച്ച് വന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ചലനങ്ങൾക്കെല്ലാം പകർന്നു കിട്ടുന്ന ചില നിയമങ്ങളാണ്. ആ നിയമം മുഴുവൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പകർന്നു കിട്ടിയിരിക്കുന്നത് അനന്തമായ ബോധത്തിൽ നിന്നാണ്. അപ്പം നാം ഓരോരുത്തരും അനന്തബോധശക്തിയാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമല്ല നാം, പ്രപഞ്ചവും നമ്മളും ഒരു ഭാഗത്ത് നമ്മളൊന്നാണ്. പക്ഷെ ആ പ്രപഞ്ചത്തിന് പോലും, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ചലനമാണ് പ്രപഞ്ചം. ചലനം എന്ന് പറയുമ്പോൾ കർമ്മം, ആ ചലനത്തിൽ പരസ്പര ആകർഷണം വരുമ്പോൾ നമ്മൾ കണ്ടു പല തരത്തിലുള്ള ഗ്യാസുകളാണ് ഈ പ്രപഞ്ചമെങ്കിൽ അതെല്ലാം പല കോമ്പിനേഷൻസിലേക്ക് മാറി
ക്രമേണ ദ്രവമായി, ചൂടായിട്ട് ദ്രവമായി, പിന്നീടത് ഖരവസ്തുവായി മാറി, അങ്ങനെ പരിണാമത്തിലൂടെ വികസിച്ച് വരുമ്പോൾ സോളിഡായിട്ടുള്ള രൂപങ്ങളുണ്ടായി. ഭൂമിയുടെ രൂപം പോലെയാണ് നമ്മുടെ ശരീരവും, ചന്ദ്രൻ്റെ രൂപം പോലെയാണ് നമ്മുടെ ശരീരവും. ഇതെല്ലാം നേരത്തെ വാതകങ്ങളായിരുന്നു, അത് പിന്നീട് ദ്രവമായി, പിന്നീടത് ഘനീഭവിച്ചതാണ്. നമ്മുടെ ശരീരം അച്ഛൻ്റെ ശരീരത്തിൽ നിന്നൊരു ദ്രാവക രൂപത്തിലല്ലേ വന്നത്? അമ്മയുടെ ഗർഭപാത്രത്തിൽ കുറച്ചു കാലം അത് ദ്രാവക രൂപത്തിലല്ലേ, പിന്നെ അത് ഘനീഭവിച്ചതല്ലേ? ഇതേപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ രൂപപ്പെട്ടത്. ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? അതുകൊണ്ട് പ്രപഞ്ചത്തെ പഠിക്കുന്നതിന് പകരം തന്നെ പഠിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം പിടികിട്ടും. അപ്പോൾ ഈ ചലനങ്ങളെല്ലാം ചില നിയമങ്ങൾ അനുസരിക്കുന്നു, തോന്നിയതുപോലല്ല. ആ നിയമങ്ങളൊക്കെ പകർന്നു വരുന്നത് ബോധത്തിൽ നിന്നാണ്. ബോധം കാലത്തിനും ദേശത്തിനും രൂപത്തിനും അതീതമാണ്. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും ഈശ്വരനെ രൂപങ്ങളില്ലാത്തവനെന്ന് വർണ്ണിക്കുന്നത്. ഭാരതീയർ ബ്രഹ്മമെന്ന് വിളിക്കുന്നു. ബ്രഹ്മത്തിൻ്റെ വിശേഷം എന്താ അറിയോ? നിർഗുണോ, നിരാകാരോ, നിരവ്യയോ, നിരഞ്ജനോ, എല്ലാം നിഷേധിക്കുകയാണ്. ആകാരമില്ല, ഒരു തരത്തിലുള്ള മാറ്റവുമില്ലാത്ത കൂടസ്ഥനായി സ്ഥായിയായിട്ടുള്ളതാണ്. ഇസ്ലാം മതത്തിലേക്ക് നോക്കിയാലും ഏകനാണ്, രൂപമില്ലാത്തവനാണ്. ഇനി നിങ്ങൾ ബൈബിളിലേക്ക് നോക്കിയാലും പരിശുദ്ധാത്മാവിന് രൂപമില്ല. എല്ലാ മതങ്ങളും പറയുന്നത് ഒരേ ഈശ്വരനെയാണെങ്കിലും അത് ബോധമാണെന്നും ആ ബോധമാണ് താനെന്നും, തത്വമസി. ഇത് ഭാരതീയ ഋഷിവര്യന്മാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ബോധവും ചലനാത്മകമായ ഈ കോസ്മിക് മോഷൻ, കർമ്മം, കോസ്മിക് ആയിട്ടുള്ളൊരു കർമ്മം, ഇത് രണ്ടും ചേർന്നതാണ് ബോധവും ചലനാത്മകമായ പ്രപഞ്ചവും ചേർന്നതാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ നമ്മൾ ഓരോരുത്തരും ബോധമാണെന്ന് പറയുമ്പോൾ ആ ബോധശക്തി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാനും അറിയാനും അനുഭവിക്കാനും എല്ലാം മനസ്സിലാക്കാനും നിരീക്ഷിക്കാനും സാധിക്കുന്നത്. ബോധമില്ലെങ്കിൽ നമുക്ക് വല്ലതും സാധിക്കുമോ? അപ്പോൾ നമ്മൾ ബോധമില്ലാത്തവരെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ചലിക്കുന്നത് ബോധത്തിലാണ്. ഈശാവാസ്യമിതം സർവം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം ഓരോരുത്തരും അനന്തശക്തിയുള്ള ബോധമാണ്. അപ്പം നമ്മുടെ ജീവിതം പരിവർത്തനം വരുത്താൻ സാധിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങളുടെ നിലനിൽപ്പ് ഇവിടെ കൊണ്ടു നടക്കണം. ഒന്ന് ശരീരത്തിൻ്റെ നിലനിൽപ്പ്, രണ്ട് മനസ്സിൻ്റെ നിലനിൽപ്പ്. ഇതിന് രണ്ടിൻ്റെയും താളം തെറ്റാതെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് പലപ്പോഴും നാം കണക്ക് തെറ്റിച്ചത്. ഭൂമിയുടെ താളം തെറ്റിക്കുന്നതിൽ, ഭൂമി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജലസ്രോതസ്സുകളായാലും ശരി, കുന്നുകളായാലും മലകളായാലും ശരി, ചെടികളായാലും ശരി, ഇതെല്ലാം നമ്മൾ താളം തെറ്റിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ താളമാണ് തെറ്റിക്കുന്നത് നാം അറിയുന്നില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. മനുഷ്യൻ പ്രകൃതിയുടെ സ്വഭാവം തെറ്റിച്ചാൽ നമ്മുടെ ആരോഗ്യത്തെയാണ് ബാധിക്കുന്നത്. ഇതുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സും. നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റാവുന്ന വിധത്തിലുള്ള ചിന്തകളെ അതിലേക്ക് കൊടുക്കാവൂ. അപ്പം നമുക്കറിയണം എത്രത്തോളം നമ്മൾ നല്ലത് ചിന്തിച്ചാലാണ് നമ്മളെ അലട്ടുന്ന പല പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക. ഒരു വിഷമമുള്ളതെന്ന് വെച്ചാൽ മനുഷ്യൻ പലരും ദുഃഖിക്കുന്നതും വിഷമം അനുഭവിക്കുന്നതും ഒക്കെ അത് അവൻ്റെ ചിന്തകളുടെ തലത്തിലാണെന്ന് മനുഷ്യൻ അറിയുന്നില്ല. അവൻ്റെ വിചാരം ഈ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ശരിയാണെന്നാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ആ ചിന്തകളെ ഒന്ന് മാറ്റി നോക്കൂ നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിന് അനാവശ്യ ചിന്തകൾ കൊടുത്താൽ, അനാവശ്യമായ ഭയം, ഉത്കണ്ഠ, അസ്വസ്ഥത, വിഷമം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജീവിത താളം തെറ്റും. ഇന്ന് നോക്കൂ, കുടുംബങ്ങളൊക്കെ താളം തെറ്റുന്നു. എന്തുകൊണ്ടാണ്? അനാവശ്യമായ സ്വാർത്ഥതയും അഹങ്കാരവും. ഞാൻ പറയണാൻ ശരി, ഞാൻ എൻ്റെ രീതിയിൽ പോവും, ഞാൻ എൻ്റെ രീതിയിൽ ജീവിക്കുള്ളൂ, നിങ്ങളാരാ എന്നെ ചോദ്യം ചെയ്യാൻ, എനിക്ക് എൻ്റേതായിട്ടുള്ള വരുമാനമുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ജീവിതം. ഈ തരത്തിലുള്ള ധാർഷ്ട്യവും അഹങ്കാരവും മനുഷ്യൻ കൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ ജീവിത താളം തെറ്റി. അപ്പം ഇങ്ങനെ താളം തെറ്റുന്ന ജീവിതം നയിക്കരുത്. എല്ലാം ഒരു പാരസ്പര്യതയിൽ പോകണം, എല്ലാം ഒരു ഐക്യത്തിലും ഒത്തൊരുമയിലും പോകണം എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് മനുഷ്യൻ ചില മാറ്റങ്ങൾ തന്നിൽ വരുത്തേണ്ടതുണ്ട്. തൻ്റെ ചിന്തകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്, തൻ്റെ ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്, സമൂഹത്തോടുള്ള അപ്രോച്ചിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്, പ്രകൃതിയോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടത് ഉണ്ട്. നാം കൊണ്ടുപഠിക്കുന്നവരാണ്. കൊറോണ എന്നൊരു വൈറസ് വന്നപ്പോഴാണ് പ്രകൃതിയുടെ മഹത്വം നാം മനസ്സിലാക്കിയത്. പ്രകൃതി വേണ്ട രീതിയിൽ നാം കെയർ ചെയ്തില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം ചോദ്യം ചെയ്യുന്ന മാരക വൈറസുകൾ വരുമെന്ന് നാം പഠിച്ചു. പ്രകൃതിയെ നാം വേണ്ട വിധത്തിൽ കൊണ്ടു നടന്നില്ലെങ്കിൽ ഇവിടെ പ്രളയവും ഉരുൾപൊട്ടലും വന്ന്, കൊടുങ്കാറ്റും മറ്റും വന്ന്, പേമാരിയും വന്ന്, അതുപോലെ തന്നെ
മറ്റു ഭവിഷ്യത്തുക്കൾ വന്ന മനുഷ്യൻ്റെ ജീവിതം ഇവിടെ അസ്ഥിരമാകും എന്ന് നാം പഠിച്ചു. ഇതൊക്കെ ഇന്ന് പഠിക്കുന്നത് കൊണ്ടു പഠിക്കുകയാണ്, അനുഭവത്തിലാണ് പഠിക്കുന്നത്. അതുവരെ മനുഷ്യൻ പഠിക്കില്ല. ഇനിയെങ്കിലും നാം കണ്ടുപഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഭഗവാൻ കൃഷ്ണൻ നോക്കൂ 5000 വർഷം മുമ്പ് പറഞ്ഞ ഈ കാര്യം സ്കൂൾ സിലബസിലൊന്ന് ചേർത്തിരുന്നെങ്കിൽ, ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ പ്രകൃതിയോടുള്ള കുട്ടികളുടെ ആ ഒരു ഡീലിങ്സ് അല്ലെങ്കിൽ അതിനോടുള്ള ആ ഒരു പെരുമാറ്റം വ്യത്യാസമാകുമായിരുന്നു. ഓരോ വീടുകളിൽ നല്ല പൂന്തോട്ടം ഉണ്ടാകുമായിരുന്നു. ഓരോ കുട്ടിയും നല്ല കൃഷിക്കാരനാകുമായിരുന്നു. ഓരോ കുട്ടിയിലും ഈ ഭൂമിയോടുള്ള പ്രകൃതിയോടുള്ള സമീപനം മാറുമായിരുന്നു. വീട്ടിൽ നിന്ന് എല്ലാ വൃത്തികെട്ട വേസ്റ്റുകളും ഒരു പ്ലാസ്റ്റിക് കൂടിലാക്കി അവൻ ഒരിക്കലും തോട്ടിലോ അല്ലെങ്കിൽ തോടുകളിലോ അല്ലെങ്കിൽ വല്ല പുഴകളിലോ കൊണ്ട് എറിയില്ലായിരുന്നു. ഇതൊക്കെ കുട്ടികളെ കൊണ്ട് ദുശീലങ്ങൾ പഠിപ്പിച്ച അച്ഛനമ്മമാരെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, അതിന് വിദ്യാഭ്യാസത്തിൽ വലിയൊരു പങ്കുണ്ട്. കാരണം വേണ്ടതൊന്നും പഠിപ്പിക്കാതെ വെറും സയൻസ് പഠിപ്പിച്ചാൽ കുട്ടികളുടെ മസ്തിഷ്കം മരവിക്കുകയുള്ളൂ. ജീവിതം അടങ്ങാത്ത സയൻസ് കൊണ്ട് എന്ത് കാര്യം? ജീവിതം താളം തെറ്റിയിട്ടുള്ള സയൻസാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്ന മനുഷ്യന് ഒരു വൈറസിനെ പോലും നേരിടാൻ പറ്റാത്ത ഇന്ന് എത്രയോ ജീവിതങ്ങൾ പൊലിഞ്ഞു പോയില്ല. ഇതിനാരുത്തരം പറയും? ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് വലിയൊരു പങ്കില്ല. കാരണം വൈറസുകളല്ല അപകടകാരി, പ്രതിരോധശേഷിയില്ലാത്ത ജീവിതമാണ്. ആരാണ് ഈ പ്രതിരോധശേഷിയില്ലാത്ത ജീവിതം ഉണ്ടാക്കിയത്? എങ്ങനെ ജീവിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെയാണ് ഈ ശരീരത്തിന് പ്രതിരോധം ഉണ്ടാവുക? ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇവിടെ മെഡിക്കൽ സയൻസ് മെഡിക്കൽ കോളേജിൽ പോലും പഠിപ്പിക്കുന്നുണ്ടോ? അസുഖങ്ങൾക്കും അതിലുള്ള ചികിത്സകളും അല്ലാതെ. അതുകൊണ്ടല്ലേ എത്രയോ ഡോക്ടർമാരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ എന്താ പറയുക, ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്ത, പണ്ട് ആരോ പറഞ്ഞ എത്ര ശരിയാണ്, ചുമരുണ്ടെങ്കിലേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചുമരില്ലാത്തൊരു വര വരച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസമായി നമ്മൾ അധപ്പതിച്ചതിൻ്റെ ഗതികേടാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ചുമരിൽ വരയ്ക്കുന്ന വിദ്യാഭ്യാസം വരട്ടെ. ആരോഗ്യമുള്ളൊരു ശരീരമുണ്ടാവണമെങ്കിൽ ആരോഗ്യമുള്ളൊരു പ്രകൃതി ഉണ്ടാവണം. ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവണമെങ്കിൽ ആരോഗ്യമുള്ള ചിന്തകൾ ശീലിക്കണം. ഇപ്പം ഇതൊക്കെ ആര് പറഞ്ഞുതരും? അതാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതായാലും തുടർന്ന് കൃഷ്ണൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ശ്ലോകം അതിലും ഗംഭീരം. 16-ാം ശ്ലോകം എല്ലാവരും ചൊല്ലണം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അകായൂരിന്ദ്രിയാരാമോ മോകം പാർത്ഥ സജീവതി. ഒന്നുകൂടി ആ ശ്ലോകം നമുക്ക് ചൊല്ലാം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അകായൂരിന്ദ്രിയാരാമോ മോകം പാർത്ഥ സജീവതി. എന്തൊരു മനോഹരമായ കാഴ്ചപ്പാടാണ് ഭാരതത്തിൻ്റെ എന്ന് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ശ്ലോകം വായിച്ചാൽ മനസ്സിലാവും. ഏവം പ്രവർത്തിതം ചക്രം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ചക്രരൂപത്തിലാണ്. എത്ര മനോഹരമായൊരു സങ്കല്പം! ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആധുനിക സയൻസുമായിട്ടൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴേ ഇതിൻ്റെ ആ മനോഹാരിത നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പാശ്ചാത്യ രാജ്യത്ത്, ഗ്രീക്ക് രാജ്യത്താണ് കൂടുതൽ ശാസ്ത്ര പുരോഗതികളൊക്കെ പണ്ട് കാലത്തുണ്ടായത്. കാരണം ബൈബിൾ യുഗത്തിൽ നമ്മൾ കാണുന്നത് ബൈബിളിനെതിരെ ഒരക്ഷരം ഉച്ചരിക്കാൻ, എന്തെങ്കിലും ഒരു ഗവേഷണം നടത്താൻ പണ്ട് കാലത്ത് പോപ്പുമാർ അനുവദിക്കുമായിരുന്നില്ല. ബൈബിളിൽ ഭൂമി പരന്നതാണെന്ന് എഴുതി വെച്ചാൽ അത് പരന്നതാണ്. ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നതെന്ന് എഴുതി വെച്ചാൽ അതങ്ങനെയാണ്. അതിനെ ചോദ്യം ചെയ്താൽ അവരുടെയൊക്കെ കഴുത്ത് വെട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു അന്നത്തെ പോപ്പുമാർ. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക പുരോഗതി വന്നപ്പോൾ ക്രിസ്ത്യൻ മതം തകർന്ന് തരിപ്പണമായത്. പള്ളികളിൽ ആളുകൾ പോവാതെയായി പോയത്. കാരണം ബൈബിളിൽ പറയുന്നത് പലതും അവരുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളായി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, പക്ഷേ ഇന്ന് നിങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാൽ അത് കാണാൻ സാധിക്കും. എങ്കിലും ഗ്രീക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് വലിയൊരു മാറ്റമുണ്ടായത്. നിങ്ങൾ കേട്ട് കാണും, അവിടെ വളരെ വലിയ ചിന്തകന്മാരായ ഗ്രീക്ക് ചിന്തകന്മാരായ ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരിക്കുന്ന ടെയിൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, പിന്നെ പൈതഗോറസ്, പ്ലാറ്റോ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അരിസ്റ്റോട്ടൽ, പിന്നീട് പോളണ്ടിൽ വന്ന കോപ്പർനിക്കസ് തുടങ്ങിയ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, ഇവരുടെയൊക്കെ ഒരു ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് അവർ ക്രമേണ കണ്ടുപിടിച്ചു ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ഭൂമിയോ അല്ല,
ഇത് എന്താ പറയുക, ഇവിടെ ഒന്നും സ്ഥായിയായിട്ടുള്ളതല്ല. ഒരു സൗരയൂഥത്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ അവർക്ക് ക്രമേണ പിടികിട്ടി. എന്തായാലും അത് ലോകത്തിനത് വ്യക്തമാക്കി കൊടുത്തത് ഗലീലിയോ ആണ്. ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞനാണ്, മുമ്പുണ്ടായിരുന്നു. അദ്ദേഹം ദൂരദർശിനിയിലൂടെ ഈ ഭൂമിയുടെ അവസ്ഥയും മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ ആ ഗോളാവസ്ഥയൊക്കെ കണ്ടുപിടിച്ച് ഈ ഭൂമി ഉരുണ്ടതാണെന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു വ്യക്തത, ഒരു മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ ഉണ്ടാക്കിയ അദ്ദേഹമാണ്. അങ്ങനെ ക്രമേണ ശാസ്ത്രം പുരോഗതി പ്രാപിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ പ്രപഞ്ചം ഒരു ചക്രരൂപത്തിലാണ്, ഒരു ഓവൽ ഷേപ്പിലാണ്. ഇതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് അത്ഭുതം വരും. ഭാരതത്തിൽ ഈ ഒരു ചിന്തകളൊക്കെ എത്ര കാലം മുമ്പുണ്ടായിരുന്നു. ശ്രീമദ് ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാം, ഏവം കുലാലചക്രം എന്ന് പറഞ്ഞാൽ ഒരു മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന കുശവന്മാരുടെ ചക്രം പോലെ ഈ സൗരയുധം മുഴുവൻ കറങ്ങുന്നു എന്നൊക്കെയാണ്. നോക്കൂ, ഒരു ടെലസ്കോപ്പുമില്ല, ഒരു സ്കോപ്പുകളുമില്ലാതെ 5000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ ഋഷിവര്യന്മാർക്ക് അറിയാമായിരുന്നു ഇത്. വേറെ സ്ഥലത്ത് എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പറയാണ്, സൂര്യനും ഗ്രഹങ്ങളും അങ്ങനെ ചേർന്ന ഒന്നിനെയാണ് ബ്രഹ്മാണ്ഡം എന്ന് വിളിക്കുന്നത്. ഇത് പറയുന്നത് ഗാർഗ്യൻ എന്ന് പറയുന്ന ആചാര്യനാണ്. അങ്ങനെ സൂര്യനും 9 ഗ്രഹങ്ങളും ചേർന്നാൽ അതൊരു ബ്രഹ്മാണ്ഡമായി. 7 ബ്രഹ്മാണ്ഡങ്ങൾ ചേർന്നാലാണ് അത്ര ജഗത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ജഗത്ത് 7 ബ്രഹ്മാണ്ഡം. അപ്പം നോക്കണം, ഇനി 1000 ജഗത്ത് ചേർന്നാൽ ഒരു വിശ്വമായി. 1000 ജഗത്ത് ചേർന്നാൽ ഒരു വിശ്വം. 1.5 കോടി വിശ്വം ചേർന്നാൽ മഹാവിശ്വം. 20 ലക്ഷം കോടി മഹാവിശ്വം ചേർന്നാൽ ഒരു ലോകമായി. ലോകം എന്നുള്ള വാക്കൊക്കെ നമ്മൾ അത്ര ലളിതമായിട്ട് ഉപയോഗിക്കുമ്പോഴേ അർത്ഥം ഒന്ന് ഗ്രഹിക്കണം, എവിടേക്കപ്പോൾ പോകുന്നതെന്ന്. 20 ലക്ഷം കോടി മഹാവിശ്വം. ഇനി അങ്ങനെ കോടി ലോകങ്ങൾ ചേർന്നതാണ് മഹാലോകം. 10 കോടി മഹാലോകം ചേർന്നതാണ് ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇനി വല്ലതും തലയിൽ കയറുമോ? നമുക്ക് തലയുടെ ഉള്ളിൽ കൂടെ കിളികളല്ല, അതിന് വലുത് പറന്നു പോകും. കാരണം നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. നോക്കൂ, ഇതൊക്കെ എഴുതി വെക്കുന്ന ആരാന്നറിയോ? ഭാരതത്തിലെ ഋഷിവര്യന്മാരാണ്. അപ്പം ഇവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ മനസ്സിലായിരുന്നു. പക്ഷേ നമുക്കത്ര സയൻറ്റിഫിക് ആയിട്ടുള്ള കണക്കുകൾ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ അടുത്ത് അത്ര എക്യുപ്മെൻസുകൾ ഉണ്ടാവാത്തത് കൊണ്ട്. പാശ്ചാത്യർ അതിൻ്റെ പിന്നാലെ നടന്ന് അവർ പല ഉപകരണങ്ങളിലൂടെയും കണക്കുകൾ കണ്ടെത്തി. ന്യൂട്ടനെ പോലുള്ളവർ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കണ്ടെത്തി, ഐൻസ്റ്റീനെ പോലുള്ളവർ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ഊർജത്തിൻ്റെ ശക്തിയെ കണ്ടെത്തി. അതിനെല്ലാം മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ വെച്ചപ്പോൾ അവരുടെ തപസ് കൊണ്ടാണ് ഇന്ന് ശാസ്ത്രത്തിന് ഇത്രയും ഒരു വ്യക്തത വന്നത്. എന്തായാലും ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉപകരണങ്ങളില്ലാതെ പ്രവചിക്കാൻ ഭാരതത്തിലുള്ളവർക്ക് സാധിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഗീതയിലെ ഈ ഒരൊറ്റ വരി, ഏവം പ്രവർത്തിതം ചക്രം. ഇതൊരു ചക്രരൂപത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചക്രം എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. ഇതൊരു ചക്രമാണ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ചക്രരൂപത്തിലാണ്. ഞാനും നിങ്ങളും അടക്കം ചക്രരൂപമാണ്. ചക്രം എന്ന് പറഞ്ഞാൽ ചക്രശ്വാസം വലിക്കല്ല. ചക്രം എന്ന് പറഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കുക, ചലനാത്മകമാണ്. ചലനത്തിൽ സഹവർത്തിത്വം വരും, സഹകരണം വരും, ഒരു പരസ്പര ആകർഷണം വരും. അപ്പോഴാണ് പല ഗ്യാസുകൾ ചേർന്ന് സോളിഡായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. അപ്പോൾ ഇതൊരു ചക്രമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇനി ഭാരതത്തെ സംബന്ധിച്ച് ഈ ചക്രം എന്ന വാക്ക് പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ ചക്രം ഒരു താളത്തിലാണ് കറങ്ങുന്നത്, ഒരു നിയമത്തിലാണ് കറങ്ങുന്നത്. ആ താളം മനുഷ്യനെ തെറ്റിക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രകൃതിയിലേക്ക് കൂടുതൽ കാർബൺ അങ്ങനെ എമിഷൻ വരുത്തിയിട്ട് അന്തരീക്ഷത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ ചൂട് വർദ്ധിക്കും തോറും ഭൂമിയിലുള്ള വെള്ളം നീരാവിയായി പോകുന്നതിന് തീവ്രത കൂടും. ആകാശത്തിൽ കാർമേഘം കൂടുന്തോറും ഇവിടെ പേമാരി ഉണ്ടാവാനുള്ള സാധ്യത വരും. പേമാരി വരും തോറും നമ്മുടെ പുഴകളൊക്കെ നിറഞ്ഞൊഴുകാനുള്ള സാധ്യതകൾ വരും. അങ്ങനെ ഉരുൾപൊട്ടൽ തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ വരും. ഇങ്ങനെ പല പ്രശ്നങ്ങളും സങ്കീർണമാക്കിയത് ഒരു ചക്രത്തെ നമ്മൾ നിലനിർത്താൻ പഠിച്ചില്ല. അപ്പോൾ ഈ പ്രപഞ്ചം ഒരു ചക്രമാണ്, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് ഒരു ചക്രമാണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് വെറും ചലനം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഇതിനൊരു താളമുണ്ട്.
ഈ താളത്തിലാണ് അതങ്ങനെ നിൽക്കുന്നത്. ആ താളം തെറ്റുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്നത്. അപ്പോൾ ആ താളത്തിൻ്റെ താളം തെറ്റിക്കുന്നതിൻ്റെ പ്രധാന കാരണം മനുഷ്യൻ്റെ സ്വാർത്ഥ സുഖങ്ങളാണ്. സ്വാർത്ഥത, തനിക്ക് സുഖം കിട്ടണം. അപ്പോൾ എത്ര ഭൂമിയും എന്താ പറയുക ചൂഷണം ചെയ്യണോ, ആ ചൂഷണത്തിന് പ്രകൃതിയെ വിധേയമാക്കി അവസാനം ഭൂമിയിൽ ജീവിക്കാൻ ആർക്കും പറ്റാത്ത അവസ്ഥ വന്നു. നോക്കൂ നിങ്ങൾ, ഭൂമി ഇത്രയും നരകമാക്കിയത് ആരാണ്? നമ്മൾ പറയും പ്രകൃതിക്ഷോഭം, പ്രകൃതി പ്രളയം, നമ്മൾ പ്രക്ഷുബ്ധമാകുന്നു, കടൽ പ്രക്ഷുബ്ധമാകുന്നു. ആരാണ് ഉത്തരവാദി? അത് മാത്രം എന്താ നമ്മൾ പറയാത്തത്? നമ്മൾ പ്രകൃതിയെ കുറ്റപ്പെടുത്തുന്നു. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ആര് കാരണമാണ്? ഇതെന്താണ് കാരണം? അത് കുട്ടികളെ പഠിപ്പിക്കണ്ടേ? ഞാനും നിങ്ങളൊക്കെയാണ് കാരണമെന്ന് നമ്മൾ വിദ്യാഭ്യാസത്തിൽ ഇത് കൊണ്ടുവരണ്ടേ? അതിനു പകരം എത്രയോ കോടാനുകോടി ചെലവഴിച്ച് കടൽ തീരത്ത് കരിങ്കല്ല് കൊണ്ട് വലിയ മതിൽ കെട്ടും. ആ കരിങ്കല്ല് അവിടെ കൊണ്ടുവരണമെങ്കിൽ വലിയ മലകൾ ഇടിച്ച് നിരപ്പാക്കണം. ആ മല ഇടിച്ചതിൻ്റെ പ്രശ്നം വേറെ വരാൻ പോകുന്നു. അങ്ങനെ ആ കടലാണെങ്കിലും ഈ കല്ലുകളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നു. ആത്യന്തികമായി ഇവിടെ എന്താണ് വേണ്ടത്? ചക്രം, അതിൻ്റെ താളം നിലനിർത്തണം. താളം തെറ്റിക്കരുത്. താളം തെറ്റിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുമ്പോൾ അവനവൻ്റെ നിലനിൽപ്പാണ് ഇല്ലാതാകുന്നത്. പണ്ടാരോ പറഞ്ഞതുപോലെ അവനവൻ്റെ കാൽ കീഴിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത് നാം അറിയുന്നില്ല. നമ്മുടെ കാൽ കീഴിലുള്ള മണ്ണ് ഒലിച്ചു പോയിട്ട് നാം എന്ത് സുസ്ഥിരതയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് മനുഷ്യൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ പ്രകൃതി നിലനിൽക്കണം, പ്രകൃതിയുടെ താളം നിലനിൽക്കണം. പ്രകൃതി താളം തെറ്റിക്കരുത്. ഈ ചക്രം അതിൻ്റേതായ രീതിയിൽ തന്നെ കറങ്ങണം. അത് നമ്മൾ നിശ്ചയിക്കുന്നതല്ല. ഒരു അനന്ത ശക്തിയുടെ, ബോധത്തിൻ്റെ, നിയമത്തിൻ്റെ കൽപ്പനയിൽ അതങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ചലിക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ ആ ചലനത്തിലൂടെ കടന്നു പോവുകയും മറുഭാഗത്ത് ആ ചലനങ്ങൾക്ക് അതീതമായൊരു ബോധമായതുകൊണ്ടാണ് തനിക്ക് ആ ചലനത്തെ നിരീക്ഷിക്കാനും കാണാനും അറിയാനും പറ്റുന്നുള്ളൊരു അവബോധവും നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവരായി. അപ്പം ശരീരത്തിൻ്റെ നിലനിൽപ്പ്, മനസ്സിൻ്റെ നിലനിൽപ്പ്, ഈ രണ്ട് താളവും തെറ്റരുത്. ശരീരത്തിൻ്റെ നിലനിൽപ്പ് ഉണ്ടാവണമെങ്കിൽ പ്രകൃതിയെ നിലനിർത്തണം. അതേപോലെ തന്നെ മനസ്സിൻ്റെ നിലനിൽപ്പ് ഉണ്ടാവണമെങ്കിൽ അവിടെ നമ്മൾ സച്ചിന്തകൾ കൊണ്ടുവരണം. ഇപ്രകാരം ഒരു താളം നമ്മൾ നിലനിർത്തിയാൽ ഏവം പ്രവർത്തിതം ചക്രം, ഈ ചക്രം വേണ്ടതുപോലെ പ്രവർത്തിക്കും. അല്ലെങ്കിൽ ചക്രം ഒരിക്കലും സ്ഥിരമായൊരിടത്ത് നിൽക്കില്ല. നമ്മുടെ ജീവിതവും എന്നും അസ്ഥിരമായി, അസ്വസ്ഥമായി നമുക്കെന്നും ദുരിതങ്ങൾ തന്നുകൊണ്ടിരിക്കും. പണത്തിനെ ഭാരതീയർ വിളിക്കുക ചക്രം എന്നാണ്. എന്തുകൊണ്ടാണ് ചക്രം എന്ന് വിളിക്കുന്നത്? അത് ഒരിടത്ത് നിൽക്കില്ല. ലക്ഷ്മിയും അസ്ഥിരയല്ലോ എന്നാണ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള പണം വേറെ ആളുടെ അടുത്തേക്ക് ഉരുണ്ടുപോകും. അതങ്ങനെ ചക്രരൂപത്തിലാണ്. അപ്പം എല്ലാം നമ്മുടെ കയ്യിൽ നിന്നും ഉരുണ്ടു പോകും. ആരോഗ്യവും നഷ്ടപ്പെടും, മനസ്സിൻ്റെ ആ ഒരു ശാന്തി സമാധാനമൊക്കെ നഷ്ടപ്പെടും. പക്ഷെ മനുഷ്യന് വിവേകത്തോടുകൂടി, ബോധത്തോടുകൂടി ഇത് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും കഷ്ടങ്ങളില്ലാതെ ഇവിടെ നിലനിൽക്കാൻ നമുക്ക് സാധിക്കും. അപ്പം നഷ്ടങ്ങളെ കഷ്ടങ്ങളാക്കി തീർക്കാതിരിക്കണമെങ്കിൽ ഏത് ചിന്തിച്ചാലാണ് എനിക്ക് കഷ്ടങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുക, എനിക്ക് നഷ്ടങ്ങളെ അതിവർത്തിക്കാൻ സാധിക്കുക, ഞാൻ ഏത് രീതിയിൽ ജീവിച്ചാലാണ് ഈ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളെ എനിക്ക് മറികടക്കാൻ സാധിക്കുക എന്നുള്ള ഒരു വിവേകബുദ്ധി അവൻ്റെ ബോധത്തിലുണ്ടായി അവൻ ഈ താളക്രമം ശരിയാക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളെത്ര വിദ്യാഭ്യാസമുള്ള സമ്പന്നരായാലും ശരി, നിങ്ങൾക്കിവിടെ സുഖമായി ജീവിക്കാൻ പറ്റില്ല. സുഖം എന്നത് വെറും ഒരു തോന്നൽ മാത്രമായിരിക്കും. അപ്പം ജീവിതം ധന്യമാവണമെങ്കിൽ ജീവിതത്തിൻ്റെ താളം ശരിയാക്കണം. ഹാർട്ടിനൊരു താളമില്ലേ? ലങ്സിനൊരു താളമില്ലേ? പൾസിനൊരു താളമില്ലേ? ജീവിതത്തിൻ്റെ താളം ശരിയാക്കണം. മനസ്സിനൊരു താളമുണ്ട്. ഈ താളമാണ് കൃഷ്ണൻ പറയുന്ന ഏവം പ്രവർത്തിതം ചക്രം. ഈ ശ്ലോകത്തിൻ്റെ കൂടുതൽ ആഴത്തിലുള്ള അർത്ഥം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.